ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം കേട്ട് പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നിലവാരമുള്ളതാക്കി തീർക്കണേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊടുത്തൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളഹിരിൽ ഗൈബി മുസ്തജാബ. ഒരു മുസ്ലിം തന്റെ സഹോദരനായ മുസ്ലിമായ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ഇൻദ റഅസിഹി മലക്കുൻ മുവക്കലുൻ. ആ പ്രാർത്ഥിക്കുന്നയാളുടെ തലഭാഗത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. കുല്ലമാ ദഅാ ലി അഖീഹി ബിഖൈരിൻ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ലി. ഏതൊക്കെ സമയത്താണോ ഒരുവൻ തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അപ്പോഴൊക്കെയും ആ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആമീൻ പറയുകയും മാത്രമല്ല ആ മലക്ക് പറയും, താങ്കൾക്കും താങ്കൾ പ്രാർത്ഥിച്ചതുപോലുള്ളവ ഉണ്ട് എന്ന്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ മുഖർറബീങ്ങളായ മലക്കുകളുടെ പ്രാർത്ഥന വിശ്വാസികൾക്ക് ലഭിക്കും. റബ്ബിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നവർ ആരാണ്? നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും മനസ്സിന്റെ വേദനകളിലുമെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നറിയുമ്പോൾ അത് ഏറെ ആശ്വാസവും സമാധാനവുമാണ്. എങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് റബ്ബിന്റെ മുഖർറബീങ്ങളായ മലക്കുകളാണ്. എങ്കിൽ എന്താണ് ആ മലക്കുകളുടെ പ്രത്യേകത? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ റബ്ബിന്റെ മുഖർറബീങ്ങളാണ്. മനുഷ്യരുമായി മലക്കുകൾക്ക് ചില കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. മനുഷ്യരുടെ ആത്മാവിനെ പിടികൂടുക എന്നത് അല്ലാഹു നിശ്ചയിച്ച മലക്കുൽ മൗത്തിന്റെ ഡ്യൂട്ടിയാണ്. മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തൽ അല്ലാഹു നിശ്ചയിച്ച മലക്കുകളുടെ ഡ്യൂട്ടിയാണ്. മനുഷ്യൻ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അത് രേഖപ്പെടുത്താൻ അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകർ ഉണ്ടാകാതിരിക്കുകയില്ല എന്ന്. അതുപോലെ അല്ലാഹു തആല മലക്കുകളിലൂടെ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം മനുഷ്യർക്ക് സഹായം നൽകും. ബൽ മലായികത്തു ബഅദ ദാലിക ദഹിർ. മനുഷ്യരുമായി പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും പല വിഷയങ്ങളിലും മലക്കുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മലക്കുകൾ പ്രാർത്ഥിക്കും എന്നുള്ളത്. ആ മലക്കുകളുടെ പ്രത്യേകത, ലാ യഅസുനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവരോടവർ അനുസരണക്കേട് കാണിക്കൂല. വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് കൽപ്പിക്കുന്നതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും. മാത്രമല്ല, വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശി യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. മലക്കുകൾ എപ്പോഴും തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുകയും കീർത്തനം ചെയ്തുകൊണ്ട് റബ്ബിന്റെ അർശിന് ചുറ്റും വലയം ചെയ്യുന്നവരാണ്. അപ്പൊ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കാത്ത, റബ്ബിന്റെ കൽപ്പനകളെ പരിപൂർണമായും അനുസരിക്കുന്ന, റബ്ബിനെ സ്തുതിച്ചുകൊണ്ടും റബ്ബിനെ കീർത്തനം ചെയ്തുകൊണ്ടും പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രകടനം നൽകപ്പെട്ട മലക്കുകൾ അല്ലാഹുവിന്റെ മുഖർറബീങ്ങളാണ്, സമീപസ്ഥരാണ്. ആ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുകയും ഇസ്തിഖാമത്തിനെ നിലനിർത്തുകയും ചെയ്യുക. അഥവാ ഇനിയുള്ള ജീവിതമെങ്കിലും തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുന്ന തരത്തിലാക്കി മാറ്റുക. അവർക്ക് വേണ്ടി റബ്ബിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും. 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ ഓതി വെച്ച വചനം, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. സിംഹാസനം വഹിക്കുന്നവരും അതിന്റെ ചുറ്റിലുള്ളവരുമായ മലക്കുകൾ തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വയുഅ്മിനൂന ബിഹി, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ,
ശരിയായ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യും. എന്താണ് ആ മലക്കുകളുടെ പാപമോചനം? റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. ഞങ്ങളുടെ റബ്ബേ, നിന്റെ കാരുണ്യവും നിന്റെ അറിവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. അതുകൊണ്ട് ഫഗ്ഫിർ ലില്ലദീന താബൂ, നിന്നോട് പശ്ചാത്തപിക്കുകയും വത്തബഉ സബീലക, നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവർക്ക് ഫഗ്ഫിർ, പുറത്തു കൊടുക്കു പടച്ചോനെ. തീർന്നില്ല, വഖിഹിം അദാബൽ ജഹീം, അവരെ നീ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചെയ്തുപോയ തെറ്റുകളിൽ ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും, എന്നിട്ട് അല്ലാഹു ആയുസ് നൽകുന്ന എത്രയും കാലം റബ്ബിന്റെ മാർഗത്തെ പിന്തുടർന്ന് ജീവിക്കാനും ഒരാൾ തയ്യാറായാൽ അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ അഖിലത്തു സഹർ, നോമ്പ് ഫർളാകട്ടെ സുന്നത്ത് നോമ്പാകട്ടെ, അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കുക. ധാരാളം സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അയ്യാമിൽ വീടിന്റെ നോമ്പൊക്കെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ നോമ്പ് സുന്നത്താകട്ടെ ഫർളാകട്ടെ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ച് അത്താഴത്ത് നിർവഹിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താഴം കഴിക്കണം നിങ്ങൾ, തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്നാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫഇന്നല്ലാഹ അസ്സ വജല്ല വമലായികതുഹു, നിശ്ചയമായും അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ട്. ഇന്നല്ലാഹു വമലായികതുഹു, റബ്ബിന്റെ മലക്കുകൾ പ്രത്യേകം പ്രാർത്ഥിക്കുമാർക്ക് വേണ്ടി, യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ, അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി റബ്ബിന്റെ മലക്കുകൾ പ്രത്യേകം പ്രാർത്ഥിക്കും. ഒന്ന്, അത്താഴത്തിൽ ബറക്കത്തുണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ട്. അതോടൊപ്പം റബ്ബിന്റെ മുഖറബീകളായ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. അപ്പൊ സുന്നത്ത് നോമ്പല്ലേ, ഇനിപ്പൊന്നും കഴിച്ചില്ലെങ്കിലും വേണ്ടില്ലെന്ന് വെക്കല്ല, എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചെങ്കിലും അത്താഴത്തെ സ്വീകരിക്കണം. മൂന്നാമത്, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചൊല്ലണം എന്നറിയാത്ത ആളുകൾ ഉണ്ടാകും. വെറുതെ ഇരിക്കുമ്പോ, ബസ് കാത്തിരിക്കുമ്പോ, റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കാത്തിരിക്കുമ്പോ, ബൈക്കിൽ ഹെൽമെറ്റും വെച്ച് യാത്ര ചെയ്യുമ്പോ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ മീൻ നന്നാക്കുമ്പോ എന്ത് ചൊല്ലണം? സിറ്റ് ഔട്ടിൽ കുട്ടികൾ സ്കൂൾ വിട്ടുവരുന്നത് കാത്തിരിക്കുമ്പോ, ആശുപത്രിയിലെ പുറത്തുള്ള തന്റെ ഇരിപ്പിടത്തിൽ ടോക്കണും കഞ്ഞി പിടിച്ച് തന്റെ ഊഴവും കാത്തിരിക്കുമ്പോ എന്ത് ചെയ്യണം? അബുദാബി വരെ എത്താൻ 2.5 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ഉണ്ട്, എന്ത് ചൊല്ലണം? എങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിവതും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ, ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഇല്ലാ സ്വല്ലത്ത് അലൈഹിൽ മലായിക, മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയില്ല. മാദാമ യുസല്ലി അലയ്യ, അതിന്റെ പരിഗണന പറഞ്ഞിട്ടില്ല, സമയം നിശ്ചയിച്ചിട്ടില്ല. മാദാമ യുസല്ലി അലയ്യ, എനിക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും, അടിവരയിട്ട് മനസ്സിലാക്കണം, മാദാമ യുസല്ലി അലയ്യ, എനിക്കൊരാൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും ഇല്ലാ സ്വല്ലത്ത് അലൈഹിൽ മലായിക, മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയില്ല. അത് അധികമാകട്ടെ അല്പമാകട്ടെ. അപ്പൊ ഒഴിവുള്ള സമയത്തൊക്കെയും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. സ്വലാത്ത് തന്നെത്താൻ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാൻ മറ്റുള്ളവരാരും ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കേണ്ടതില്ല. ഏത് ഉസ്താദുമാരെയും എണ്ണം ബോധ്യപ്പെടുത്തേണ്ടതില്ല. കോടി സ്വലാത്ത്, ലക്ഷം സ്വലാത്ത്, അങ്ങനെ ഒരു ഗ്രൂപ്പാന്തരം മാറ്റി കൈമാറ്റം ചെയ്യേണ്ടുന്ന ഒന്നല്ല പവിത്രമായ സ്വലാത്ത്. നിങ്ങൾ അവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലിയാലും എനിക്കത് എത്തിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മൊബൈൽ ഫോണും വാട്സാപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ കണ്ടുപിടിക്കുന്നതിനും 1300 ചില്ലാന കൊല്ലങ്ങൾ മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ മലായികത്തുൻ സയ്യാഹിൻ ഫിൽ അർദ്, നിശ്ചയമായും അല്ലാഹുവിന്റെ ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്തിന്റെ സലാം അവർ എവിടുന്ന് ചൊല്ലിയാലും അവർ എനിക്ക് എത്തിച്ചേരുന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ സല്ല അലയ്യ വാഹിദ,
എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശ്റ, അല്ലാഹു തആല അയാൾക്ക് 10 ഗുണം ചെയ്യും. അതുകൊണ്ട് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമാണ്. അതിന് വ്യാഴാഴ്ച വരണമെന്നില്ല, വെള്ളിയാഴ്ച സ്വലാത്തിന് പ്രത്യേകം പരിഗണന നൽകി, അതിന് മാസം തികയണമെന്നില്ല. വാർഷിക സ്വലാത്തിനൊരു പ്രത്യേക വക സ്വലാത്ത് വക പെട്ടി അങ്ങനൊന്നും വേണ്ട. സ്വലാത്ത് തന്നെത്താൻ ചൊല്ലുക, റബ്ബിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകും. അത് കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയ്യാദത്തുൽ മരീദ്, രോഗികളെ സന്ദർശിക്കണം. ഒരു രോഗി കുടുംബത്തിലോ അയൽപ്പക്കത്തിലോ നാട്ടുകാരിലോ നമ്മുടെ ഉസ്താദുമാരിലോ ഒരാൾ രോഗിയാണെന്നറിഞ്ഞാൽ അതിങ്ങനെ നാളെ പോകാം, അല്ലെ അടുത്ത ശനിയാഴ്ച പോകാം, കുട്ടികൾക്ക് സ്കൂളൊക്കെ ഒഴിവുള്ളത് ഞായറാഴ്ച പിന്നെ അന്ന് പോകാം എന്നങ്ങനെ കരുതി നിന്ന് അവസാനം ആള് മരിച്ച വിവരം പറഞ്ഞിട്ട് ഞാൻ പോണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ ആള് മരിച്ചു പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന ഒരു ഖേദത്തിന് നമുക്കാർക്കും ഇടവരാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ രോഗിയായി കിടക്കുമ്പോ വാപ്പ രോഗിയായി കിടന്നപ്പോ ഒരു കവർ നിറയെ ഫ്രൂട്ട്സും ബിസ്ക്കറ്റുമൊക്കെയായി അവർ വന്നതല്ലേ, ഇനിയിപ്പോ അവരോട് രോഗിയെ ഉണ്ടെന്ന് അറിയുമ്പോ അവിടെ പോയിട്ടില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? മോശക്കേട് തീർക്കാനല്ല, ആളുകളുടെ പരാതി തീർക്കാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഗുദവ. ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ രോഗിയെ സന്ദർശിച്ചു. എപ്പോ? ഗുദവ, രാവിലെ സന്ദർശിച്ചു. എങ്കിൽ കേട്ടോളൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ സ്വല്ല അലൈഹി 70,000 മലക്കിൻ. സുബ്ഹാനല്ലാഹ്, 70,000 മലക്കുകൾ, 7 അല്ല 70 അല്ല 700 അല്ല 7000 അല്ല 70,000 മലക്കുകൾ ഈ രോഗ സന്ദർശനം നടത്തിയ വ്യക്തിക്ക് വേണ്ടി ഏതുവരെ വൈകുന്നേരം വരേക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. രാവിലെയാണ് പോകാൻ സമയം കിട്ടിയത്, രോഗിന്റെ നിറഞ്ഞപ്പോ ആ രോഗിയെ സന്ദർശിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കും വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനിയോ രാവിലെ പോകാൻ സമയം കിട്ടിയില്ല, വൈകുന്നേരമാണ് രോഗിന്റെ നിറഞ്ഞത്, വൈകുന്നേരമാണ് രോഗിയെ സന്ദർശിക്കുന്നത് എങ്കിൽ അപ്പോഴും പുലരുന്നത് വരേക്കും 70,000 മലക്കുകൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ആ രോഗ സന്ദർശനം നടത്തിയ വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ പറിക്കപ്പെട്ട ഒരു കനി അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സൗവാൻ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ ആദ മരീദൻ, വല്ലവരും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ലം യസൽ ഫിൽ ഖുർബത്തിൽ ജന്നതി ഹത്താ യർജി, അവൻ ആ രോഗ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരേക്കും അവൻ സ്വർഗീയ പഴങ്ങളിലും തോട്ടങ്ങളിലുമായിരിക്കും. റവാഹു മുസ്ലിം. അപ്പൊ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ്, റബ്ബിന്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മൾ രോഗ സന്ദർശനം നടത്തേണ്ടത്. അഞ്ചാമത്, റബ്ബിന്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കും. നല്ല കാര്യത്തിന് ധനം ചെലവഴിക്കും. പള്ളിക്ക്, മദ്രസയ്ക്ക്, മതപഠന സംരംഭങ്ങൾക്ക് വേണ്ടി, പാവങ്ങളെ സഹായിക്കാൻ, യത്തീമക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ചികിത്സാ ഫണ്ടിലേക്ക്, പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കാൻ, കുടുങ്ങിയെന്നാരും പറയണം. എല്ലാ വെള്ളിയാഴ്ചയും കളക്ഷനാണല്ലോ, ഇന്നിപ്പോൾ എന്തിന്റെ പിരിവാന്ത് ചോദിക്കാൻ നിൽക്കണ്ട, ഉള്ളത് കൊടുക്കും, കഴിവിനനുസരിച്ച് കൊടുക്കും. കാരണം നമ്മളാരും ജനിച്ചപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, മരിച്ചു പോകുമ്പോഴും ഒന്നും കൊണ്ടുപോവില്ല, മറിച്ചിട്ട് കിട്ടിയതൊക്കെയും അള്ള തന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നല്ല ത്വയ്യിബായ വസ്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് നാം ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങളുടെ പോക്കറ്റിൽ എടുത്തു കൊടുത്തോ എന്നല്ല അള്ള പറഞ്ഞത്, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ അള്ള ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കണം. എല്ലാ ദിവസവും കൊടുക്കണം, എല്ലാ ആഴ്ചയും കൊടുക്കണം. കൊടുത്ത് ഞാൻ ഇടങ്ങാറായി എന്ന് പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ കമ്മിറ്റിക്കാർ എന്ത് തോന്നും, അവർക്ക് എന്ത് വിചാരം ഉണ്ടാകും എന്ന് വിചാരിച്ചല്ല കൊടുക്കും. നിയ്യത്ത് നന്നാക്കി ഇഖ്ലാസോടുകൂടി കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാനി. പ്രഭാതമുണ്ടാകുന്ന ഏതൊരു ദിവസവും ഭൂമിയിലേക്ക് 2 മലക്കുകൾ അല്ലാഹു തആല ഇറക്കാതിരിക്കുകയില്ല. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പ്രഭാതമാകുമ്പോൾ
2 മലക്കുകളെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കും. ലക്ഷോപലക്ഷം വരുന്ന മലക്കുകളുണ്ട് ആകാശലോകത്ത്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ 2 മലക്കുകൾ അല്ലാഹു പ്രത്യേകം ഭൂമിയിലേക്ക് ഇറക്കും. അവരുടെ ഡ്യൂട്ടി എന്താ? ഫയഖൂലു അഹ്ദുഹുമാ, ഇതിലൊരു മലക്ക് പറയും, പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫ, അല്ലാഹുവേ നീ ചെലവഴിക്കുന്നവർക്ക് പകരം നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഇന്ന വ്യക്തിയുണ്ടല്ലോ, അയാൾക്ക് ഇരട്ടിയാക്കി കൊടുക്കു പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് കൊടുത്താൽ നമ്മളത് കുറഞ്ഞു പോകൂലെന്നെ ബേജാറ്. പക്ഷേ കൊടുത്താൽ കൊടുക്കുന്നവർക്ക് വേണ്ടി റബ്ബിന്റെ മലക്കിന്റെ പ്രാർത്ഥന ഇരട്ടിയാക്കി കൊടുക്കു പടച്ചോനെ. സുഹൃത്തുക്കളെ, നമ്മളൊരാളെ സഹായിക്കുമ്പോ, എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുമ്പോ നമ്മൾ പറയും, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണട്ടോ എന്ന് നമ്മൾ പറയും. നമ്മൾ പറയുമ്പോൾ ആ വ്യക്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കാതിരിക്കട്ടെ. കൊടുത്തത് അല്പമാണെങ്കിലും അധികമാണെങ്കിലും കൊടുത്തത് ഇഖ്ലാസോട് കൂടിയാണ് എങ്കിൽ, 1 റുപ്യാണ്, 1 ദിർഹമാണ്, 1 ഡോളറാണ്, 1 ദീനാറാണ് എങ്കിൽ അല്ലാഹു ഏർപ്പാടാക്കിയ മലക്കിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫ, പടച്ചോനെ നൽകിയ വ്യക്തിക്കുണ്ടല്ലോ നീ ഇരട്ടിയാക്കി കൊടുക്കു പടച്ചോനെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖാലൽ ആഖർ, രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ ചെലവഴിക്കാതെ പിശുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നീ നാശം പ്രദാനം ചെയ്യൂ പടച്ചോനെ എന്നും രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കും. അല്ലാഹുവിന്റെ പേരിൽ ചോദിച്ചിട്ടും കൊടുക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ, ഗാനമേളക്കും പാട്ടുത്സവ കച്ചേരികൾക്കും ക്ലബിന്റെ പരിപാടികൾക്കും വാരിക്കോരി കൊടുക്കുന്ന ആളുകൾ, റബ്ബിന്റെ മാർഗത്തിലേക്ക് 10 റുപ്യ ചോദിച്ചാൽ കൊടുക്കാൻ മടി കാണിക്കുന്ന ആളുകൾ, അത് ചോദിച്ചു വാങ്ങേണ്ടുന്ന കാര്യമല്ല, അത് കണ്ടറിഞ്ഞ് കൊടുക്കുക വേണ്ടത്. എന്നാലും അല്ലാഹുവിന്റെ മാർഗത്തിൽ റബ്ബിന്റെ പേരിൽ ചോദിച്ചിട്ടും കൊടുക്കാൻ മടി കാണിക്കുന്ന ആളുകൾ, അലാ ഉഖ്ബിറുകും ബിശ്ശർരി നാസി മൻസില, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മനുഷ്യരിൽ വെച്ച് ഏറ്റവും തരം താഴ്ന്നവനാണെന്ന് പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് ചോദിച്ചു, നഅം യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയേ. ആരാണ് ഹതഭാഗ്യം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുസ്അലു ബില്ലാഹി വല യുഅ്താ ബിഹി, അല്ലാഹുവിന്റെ പേരിൽ ചോദിച്ചിട്ടും നൽകാൻ കൂട്ടാക്കാത്തവരാണ് മനുഷ്യരിലെ ഏറ്റവും നികൃഷ്ടൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയണം. അതുകൊണ്ട് മനസ്സിലാക്കുക, മലക്കുകളുടെ പ്രാർത്ഥന അവക്കിടയിൽ യാതൊരു മറയുമില്ലെന്ന കാര്യം നമ്മൾ അറിയണം. മലക്കുകൾ കൊടുക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കും, കൊടുക്കാൻ മടി കാണിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. 6ാമത്തെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കും. യുഅല്ലിമുന്നാസ ബിൽ ഖൈർ, അതിന് വലിയ ആലിമാകണമെന്നില്ല, വലിയ ബിരുദവും കിട്ടണമെന്നില്ല. ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു, ഒരു നന്മക്ക് നമ്മൾ കാരണമാകണം. ഒരുപാട് നേട്ടമുണ്ട്. എന്താണ് 1ാമത്തെ നേട്ടം? മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലി. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്, ഒരാൾക്ക് നന്മ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്യുന്നവന് ലഭിക്കുന്നത് പോലുള്ള പ്രതിഫലം ഈ പറഞ്ഞു കൊടുത്തവനും ലഭിക്കും. ലാ യൻഖുസു മിൻ അജ്രിൽ ആമിൽ, പ്രവർത്തിച്ചവന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ. അപ്പൊ ആർക്കെങ്കിലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഒരുപാട് പഠിച്ചവരും പഠിക്കാൻ പോകുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അബ്ദുലുലമ കഴിഞ്ഞിട്ട് ബിരുദവും ബിരുദമൊക്കെ കരസ്ഥമാക്കി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ലാമിനേഷൻ ചെയ്തിരിക്കുന്ന ആളുകൾ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അടുത്തുള്ള മദ്രസയിൽ പോയി കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് നന്മ പഠിപ്പിച്ചു കൊടുക്കും. എന്ത് കിട്ടും? എന്താ ഒരു മദ്രസയിലൊക്കെ പഠിപ്പിച്ചാൽ കിട്ടുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ദുനിയാവിൽ എന്ത് കിട്ടുമെന്നുള്ളതിലല്ല, മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ വ മലായികതഹു, നിശ്ചയമായും അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്, വൽ മലായികതഹു അഹ്ലസ് സമാവാതി വൽ അർളീന ഹത്ത അൻ-നംലത ഫീ ജുഹ്രിഹാ വ ഹത്ത അൽ-ഹൂത ല യുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്, ജനങ്ങൾക്ക് ഖൈർ പറഞ്ഞു കൊടുക്കുന്നവൻ. മാത്രമല്ല അല്ലാഹുവിന്റെ ലക്ഷോപലക്ഷം വരുന്ന മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. മാത്രമല്ല അഹ്ലസ് സമാവാതി വൽ അർളീന, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ഹത്തൻ നംലത ഫീ ജുഹ്രിഹാ, മാളത്തിലെ ഉറുമ്പുകൾ വരെയും, വഹത്തൽ ഹൂത, കടലിലെ ആഴിയിലെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ വരെയും, ല യുസല്ലൂന, കാരുണ്യ വർഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആർക്കെന്നറിയുമോ? അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി. അപ്പൊ ജനങ്ങൾക്കിടയിൽ ഒരു നല്ല കാര്യത്തിന്, ഒരു നന്മക്ക് നമ്മൾ കാരണമാകണം. സഹോദരന്മാരെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, വിഷമഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാൻ ആയിരക്കണക്കിന് സന്നാഹങ്ങൾ
ഓടിക്കൂടിയാലും, ആയിരക്കണക്കിന് ആളുകൾ നാം കുടുങ്ങിയ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഓടിക്കൂടിയാലും, ദുനിയാവിൽ നമ്മൾ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മുടെ അടുക്കൽ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. ഞാൻ അകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുഖർറബീങ്ങളായ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടെന്ന ബോധവും നിയ്യത്തും ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ സൽക്കർമ്മങ്ങൾ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ജനങ്ങൾക്ക്, കുടുംബത്തിന്, അയൽവാസികൾക്ക്, കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കും. ഏഴാമത്തെ കാര്യം ഇന്തിളാറുസ്സലാ ഫിൽ മുസല്ല. പള്ളിയിൽ ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുക. വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് നേരത്തെ പള്ളിയിൽ വന്ന് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ജമാഅത്ത് നമസ്കാരം തുടങ്ങി അവസാന സമയത്ത് ഓടി വന്ന്, അത് ജുമാഅത്താണെങ്കിലും ജമാഅത്തിനാണെങ്കിലും ശരി, അതുവരെ അങ്ങാടിയിൽ അവിടെയും ഇവിടെയും വർത്തമാനം പറഞ്ഞ് പള്ളിയിൽ ബാങ്ക് കൊടുത്തത് കേട്ടതാണ്. എത്ര മിനിറ്റ് കഴിഞ്ഞാൽ ആ പള്ളിയിൽ ജമാഅത്ത് നടക്കാന്നറിയും. എങ്കിലും അവസാനം ഓടിക്കതച്ച് വന്ന് തുടരുന്ന രീതിക്ക് പകരം ബാങ്ക് കേട്ടയുടൻ പള്ളിയിൽ വന്ന് 2 റക്അത്ത് തഹിയ്യത്തൊക്കെ നമസ്കരിച്ച് ജമാഅത്തിനെ പ്രതീക്ഷിച്ചിരുന്നാൽ എന്താണ് അതിന്റെ പ്രോഫിറ്റ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യസാലു അൽ-അബ്ദു ഫീ സ്വലാത്തിൻ മാ കാന ഫീ മുസല്ല യൻതദിറു الصلاة وتقول الملائكة. ഒരാൾ ജമാഅത്ത് നമസ്കാരത്തെ പ്രതീക്ഷിച്ച് പള്ളിയിൽ വന്ന് മുസല്ലയിൽ കാത്തിരുന്നാൽ وتقول الملائكة, മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ മലക്കിന്റെ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചവനെ ഈ വ്യക്തിക്ക് പുറത്തു കൊടുക്കും പടച്ചവനെ. അല്ലാഹുമ്മ റഹ്മഹു, പടച്ചവനെ ഈ വ്യക്തിക്ക് നീ കാരുണ്യം പ്രദാനം ചെയ്യൂ പടച്ചവനെ. ഏതുവരെ പ്രാർത്ഥന ഉണ്ടാകും? ഹത്താ യൻസരിഫ ഔ യുഹ്രിസ്, ആ വ്യക്തി ആ മുസല്ല വിട്ട് പിരിയുന്നത് വരെ, മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വരേക്കും റബ്ബിന്റെ മലക്കുകൾ അവന് വേണ്ടി മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അതുകൊണ്ട് ജുമാഅത്ത് വരുമ്പോഴും ജമാഅത്തിന് വരുമ്പോഴും നേരത്തെ പള്ളിയിൽ വരിക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത വിഷയം കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. പല പള്ളികളിലും ഇപ്പോഴും നടപ്പിലാക്കാൻ സാധിക്കാത്ത പല ഇമാമുമാരും പറഞ്ഞു കുടുങ്ങിയൊരു സംഭവം. അതെന്താ? വസ്ലു സുഫൂഫ് വസദ്ദുൽ ഫർജ് ബൈന സുഫൂഫ്. ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കാലിന്റെ മടമ്പുകാലുകൾ പരസ്പരം അവരനുമായി ചേർത്ത് നിൽക്കണം. അതാണ് സുഫൂഫ് പൂർത്തിയാക്കുക എന്ന് പറയുന്നത്. ഇമാം അങ്ങനെ പറയും, 1400 കൊല്ലക്കാലമായി മുസ്ലിം സമൂഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇമാമ് പറഞ്ഞ നമസ്കാരം തുടരുമ്പോഴേക്ക് പിറകിലുള്ള അണികൾ, മഅ്മൂമിങ്ങൾ അത് ലംഘിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അതിങ്ങനെ ഒരാൾ കണ്ടു പിറകുന്നത്, ആ മുന്നിലെ സ്വപ്പ് നിന്നത് ശരിയല്ലല്ലോ, ഒരാൾ കൂടെ കയറി നിന്നാൽ ആ സ്വപ്പ് പൂർത്തിയാകുമല്ലോ എന്ന് കരുതി ആ സ്വപ്പ് പൂർത്തിയാക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിക്ക് വേണ്ടി റബ്ബിന്റെ മലക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസദ്ദുൽ ഫർജ് ബൈന സുഫൂഫ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സ്വപ്പിന്റെ വിടകൾ നികത്താൻ ശ്രമിക്കുന്ന വ്യക്തി. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലല്ലദീന യസ്ലൂന സുഫൂഫ്. സ്വപ്പുകൾക്കിടയിലെ വിടവുകൾ ചേർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 9ാമത്തെ കാര്യം അസ്സലാത്തു ഫിസ്സുഫിൽ അവ്വൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിസ്കരിക്കാൻ വന്നാലും ജുമുഅക്ക് വന്നാലും പള്ളിയിലെ 1ാമത്തെ സ്വഫിൽ ഇരിക്കണം. വല്ലാത്തൊരു ഭാഗ്യമാണ്, എല്ലാവർക്കും കിട്ടൂല. പള്ളിയിൽ ഏത് സമയത്ത് വന്നാലും അവസാനത്തെ വ്യക്തിയാകാതെ, അവസാനത്തെ ചുമരിൽ ചാരിയിരിക്കാൻ ആഗ്രഹിക്കാതെ, ഏത് സമയത്ത് വന്നാലും പള്ളിയിൽ അവ്വല സ്വഫിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രോഫിറ്റ്? അൻ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അല സ്വഫിൽ മുഖദ്ദം. ഏറ്റവും മുമ്പിലെ സ്വഫിലുള്ളവർക്ക് വേണ്ടി മലക്കുകൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വല്ലാത്ത ഭാഗ്യമാണ്, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇനി അവസാനമായി 10ാമത്തെ വിഭാഗം മയാമീനി സ്വഫ്. 1ാമത്തെ സ്വഫിൽ തന്നെയും ഇമാമിന്റെ വലതുഭാഗത്ത് വന്നിരിക്കുക, നിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലാ മയാമീനി സുഫൂഫ്. ജമാഅത്തായി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എവിടെങ്കിലും പോയി നിൽക്കല്ല, സ്വഫിന്റെ ഇമാമിന്റെ വലതുഭാഗത്തായി നിൽക്കുന്നവർക്ക് വേണ്ടി ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂൻ. അല്ലാഹുവിന്റെ പ്രത്യേക കാരുണ്യവർഷമുണ്ട്, മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥനയുണ്ട്. സഹോദരന്മാരെ, ഈ 10 വിഭാഗം ആളുകൾക്ക് റബ്ബിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും.
ഈ 10 വിഭാഗവും ഈ 10 കർമ്മങ്ങളും ഒരുപക്ഷെ അനുഷ്ഠിക്കുന്നവരായിരിക്കും നമ്മൾ. പള്ളിയിൽ വന്നാൽ ഒന്നാമത്തെ സൊപ്പിലിരിക്കുന്നവരുണ്ടാകും, വലതുഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നവരുണ്ടാകും, ജമാഅത്ത് പ്രതീക്ഷിച്ച് നേരത്തെ പള്ളിയിൽ വരുന്നവരുണ്ടാകും, സ്വതക്കകൾ നൽകുന്നവരുണ്ടാകും, നോമ്പിന് അത്താഴം കഴിക്കുന്ന ആളുകളുണ്ടാകും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ധാരാളം ചെല്ലുന്നവരുണ്ടാകും, ഇസ്തിഗ്ഫാർ നടത്തുന്നവരുണ്ടാകും, ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരുണ്ടാകും, രോഗികളെ സന്ദർശിക്കുന്നവരുണ്ടാകും, സ്വപ്പ് ശരിയല്ലെന്ന് കാണുമ്പോൾ സ്വപ്പ് ശരിയാക്കാൻ പരിശ്രമിക്കുന്നവരുണ്ടാകും. ഏതൊരു പ്രയാസത്തിലകപ്പെട്ടാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റബ്ബിന്റെ മുഖർറബീങ്ങളായ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടെന്ന ആശ്വാസത്തിന് ആത്മാർത്ഥമായി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാനുള്ള 10 കാര്യങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്താണ് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഏതൊരു മനുഷ്യനും ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അല്പമെങ്കിലും ഈമാനുണ്ടെങ്കിൽ, സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെയൊക്കെ മനസ്സിന്റെ തേട്ടം എന്താണ്? ആ തേട്ടമാണ് മലക്കുകൾ നമുക്ക് വേണ്ടി നിർവഹിക്കുന്നത്. ഒന്നാമതായി ഞാൻ ആദ്യം ഓതി വെച്ച വചനം, ഫഗ്ഫിർ ലില്ലദീന താബൂ, പുറത്തു കൊടുക്കണേ പടച്ചോനെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകളുണ്ട്, അറിഞ്ഞുകൊണ്ടുപോയ ചെയ്തുപോയ തെറ്റുകൾ പാപങ്ങളുണ്ട്, അത് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥനയുണ്ടാകും. ദിനേന അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലാഹുവേ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് എന്റെ റൂഹ് വേർപെട്ടു പോകുന്നത് അല്ലാഹുവേ പാപമുക്തമായ നിലയിലാണ് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ ലാഘവത്തോടു കൂടിയാണ് എങ്കിൽ അതിനുവേണ്ടി റബ്ബിന്റെ മലക്കുകൾ പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു. രണ്ടാമത് അല്ലാഹുമ്മ റഹ്മഹു. ലോകത്തൊരു മനുഷ്യനും കരുണയുടെ നോട്ടം നോക്കിയില്ല എങ്കിലും അല്ലാഹുവേ ഈ വ്യക്തിയോട് കരുണ കാണിച്ചു പഠിച്ചോനെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. മൂന്നാമത് വഖിഹിം അദാബൽ ജഹീം. കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് ഈ മനുഷ്യനെ കാത്തുപടച്ചവനെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. സഹോദരന്മാരെ, പള്ളിയിൽ വന്ന് സ്വപ്പിന്റെ പടവ് കാണുമ്പോൾ സ്വപ്പിലേക്ക് ഒന്ന് കയറി നിന്ന് ആ സ്വപ്പിന്റെ വിടവിനെ നികത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി റബ്ബിന്റെ മലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് വഖിഹിം അദാബൽ ജഹീം. നരകശിക്ഷയിൽ നിന്ന് ഈ മനുഷ്യനെ കാക്കുപിടച്ചവരെ എന്ന പ്രാർത്ഥന കിട്ടും. നാലാമത്തെ ഖുർആൻ തന്നെ പറഞ്ഞു മലക്കുകൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥന, ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. ഞങ്ങളുടെ റബ്ബേ, ഇവർക്ക് നീ വാഗ്ദാനം നൽകിയിട്ടുള്ള സ്ഥിരവാസത്തിലുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും, അവരെ മാത്രമല്ല ഈ വ്യക്തിയെ മാത്രമല്ല അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും സദ്വൃത്തരായിട്ടുള്ളവരെയും നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ പടച്ചവനെ. നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാൻ. ഇദ്ദേഹം ഇറങ്ങിപ്പോന്നൊരു വീടുണ്ട്, ഒരു കുടുംബമുണ്ട്, ഈ വ്യക്തിക്ക് ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. കുടുംബത്തോടെ അവരെ ജന്നത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടച്ചവനെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. മാത്രമല്ല അഞ്ചാമത് വഖിഹിം അസ്സയ്യിആത്. തിന്മകൾ നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും അറിയുന്നതും ഒക്കെ തിന്മയുടെ ലോകത്താണ് പടച്ചവനെ. ഈ മനുഷ്യന് തെറ്റുകൾ വരാതെ തിന്മകളിൽ നിന്ന് ഇവരിൽ വ്യക്തിയെ കാക്കണേ പടച്ചവനെ എന്ന് റബ്ബിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. സഹോദരന്മാരെ, ഇതൊക്കെയും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇതിനൊക്കെയും ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് തേടുന്നവരാണ് നമ്മൾ. അത് മലക്കുകളുടെ കൂടി പ്രാർത്ഥനയാണ് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്കും റബ്ബിനും ഇടയിൽ തടസ്സമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു അവന്റെ മുഖർറബീങ്ങളായ മലക്കുകളുടെ പ്രാർത്ഥന കൂടി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും കുടുംബസമേതം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകൾ നിപ വൈറസ് പോലെ മാറാവ്യാധികൾ കൊണ്ട് പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ എല്ലാ മാറാവ്യാധികളിൽ നിന്നും ഞങ്ങളെയും സമൂഹത്തിനെയും നാടിനെയും രാജ്യത്തിനെയും ഒന്നടങ്കം നീ കാത്തു രക്ഷിക്കാൻ റഹ്മാനെ.
എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ അഹലുകാരെയും നീ കാത്തുരക്ഷിക്കൽ റഹ്മാനെ. എവിടെ വെച്ച് എപ്പോ മരിക്കേണ്ടി വന്നാലും അല്ലാഹുവേ കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും ജീവിതത്തിൽ നീ ആയുസ് തരുന്ന കാലമത്രയും അതിനോട് 100% കൂറുപുലർത്തി ജീവിക്കുവാനുള്ള അറിവും തഖ്വയും ഈമാനും നൽകി അനുഗ്രഹിക്കണം അല്ലാഹുവേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരന്മാർ, ആദർശ ബന്ധുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബർ നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് എല്ലാവിധ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്തവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹുവേ. സാമ്പത്തികമായ പരാധീനതകൾ, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട് അല്ലാഹുവേ. ധന്യനായ അല്ലാഹുവേ, എല്ലാവിധ കടപ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. മഈശത്തിനായി ഞങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ വ്യവസായം, ഞങ്ങളുടെ കച്ചവടം, അതിലെല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المستضعفين المسلمين في كيرلا وكرناطق ودلي ويوبي وبيهار وكشمير وسائر بلاد المسلمين في الهند. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما، واجعلنا للمتقين إماما، واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.